ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഒരു മുൾപ്പടർപ്പിൽ അഗ്നി ജ്വലിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് എരിഞ്ഞ് ചാമ്പലായി തീരാറുണ്ട്. എന്നാൽ മോശ കണ്ട മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ അത് കത്തിജ്വലിച്ചെങ്കിലും എരിഞ്ഞ് ചാമ്പലായി തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ എരിയിച്ച് ചാമ്പലാക്കുന്ന ജീവിത അനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ചില വലിയ പരാജയങ്ങൾ, വലിയ രോഗങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഉറ്റവരും ഉടയവരുമൊക്കെ നമ്മളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മളെ തള്ളിപ്പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ഇവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനാവാത്ത രീതിയിൽ അഗ്നി പോലെ നമ്മളെ അതൊക്കെ കത്തിച്ചാമ്പലാക്കാൻ വന്നെന്ന് വരാം. ചിലരൊക്കെ അതിനകത്ത് പെട്ടുപോകാറുണ്ട്. ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചവർ, അങ്ങനെ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇനിയും ചിലരൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആരോടും മിണ്ടാതെ ഉൾവലിഞ്ഞ് ഡിപ്രഷനിൽ ജീവിതം ചത്തതുപോലെ കഴിച്ചു കൂട്ടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ കർത്താവിൻ്റെ കൂടെ ആണെങ്കിൽ മാത്രമാണ് അതൊരു അനുഭവമായി മാറുക. അങ്ങനെയുള്ളപ്പോൾ ഒരു ശക്തിക്ക് നമ്മളെ തകർക്കാനാവില്ല, കത്തിച്ച് ചാമ്പലാക്കാനാവില്ല. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.